ആദ്യമായിട്ട് നമ്മളെ കുട്ടികൾ കണ്ടത് ആരെയാണേളെ? നേഴ്സിനെ അല്ലെ? ഹെഡ് നേഴ്സിനെ അല്ലേ കണ്ടത്? ഡോക്ടർ അല്ലേ? ഗൈനക്കോളജിസ്റ്റിനെ, ഡോക്ടറെ ആവും കണ്ടിട്ടുണ്ടാവാം. നമുക്കൊരു പ്രയാസം അല്ലേ? ആദ്യം കുട്ടി ആരെ കാണണം? ആദ്യം കുട്ടി നമ്മളെ കാണണം. നൊന്ത് പ്രസവിച്ച 21 എല്ലുകൾ പൊട്ടുന്ന വേദന സഹിച്ചുകൊണ്ട് നമ്മളെ കുഞ്ഞിന് ജന്മം നൽകിയവരാണ്. അതുകൊണ്ട് എന്റെ കുഞ്ഞ് ആദ്യം കാണുന്നത് എന്റെ മുഖമാവേണമേ എന്ന് സ്വാഭാവികമായും ഏതൊരു ഉമ്മയുടെയും ഉള്ളിൽ ഉണ്ടാവുന്ന ആഗ്രഹമാണ്. നിരാശപ്പെടണ്ടട്ടാ, നമ്മളെ കുട്ടിക്ക് കണ്ണ് കാണില്ല. ജനിച്ചു വീഴും നമ്മളെ കുഞ്ഞിന് കണ്ണ് കാണുവോ? കണ്ണ് കാണുണ്ണിയാളെ. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞൂലേ? 5 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോരേക്ക് എത്തിയപ്പോ വല്യമ്മ പറഞ്ഞില്ലേ, കണ്ടോ വല്യമാനെ കണ്ട് ചിരിക്കണെന്ന് അല്ലെ? അത് കേട്ട് നമ്മളും കൂടി പറഞ്ഞ് അത് വല്യമ്മയാന്ന് വിചാരിക്കാം അല്ലെ? വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള നമ്മളും പറഞ്ഞ് അതിന് ഉമ്മാനെ മാമിനെയൊക്കെ മനസ്സിലാവുന്നുണ്ട് തോന്നണില്ലേ? കണ്ടോ ഉമ്മ നോക്കുമ്പോ, അല്ലെങ്കിൽ വാപ്പ നോക്കുമ്പോ, വാപ്പ വരുമ്പോ തന്നെ ഒക്കെ ഒരു പ്രത്യേക അനക്ക, ഒക്കെ ഒരു ചിരിയും കളിയൊക്കെയാ. ഒരാഴ്ചയായ കുട്ടിക്ക് പൊന്നാരണ്ടെണ്ണയാളെ മനസ്സിലാക്കേണ്ട, ഒരാഴ്ചയായ കുഞ്ഞിന് കണ്ണ് കാണില്ല. അതിന് കണ്ണ് കാണൂല. 2 ആഴ്ചയാവണം കളേഴ്സ് മാത്രം ഡിറ്റക്ട് ചെയ്യാനോ. കളേഴ്സിന് ഐഡന്റിഫൈ ചെയ്യാൻ പോലും 2 വീക്സ് സമയമെടുക്കും, 2 ആഴ്ച സമയമെടുക്കും. 2 ആഴ്ച കഴിയുമ്പോഴാണ് നല്ല റെഡ് കളർ അല്ലെങ്കിൽ ഗ്രീൻ പോലെയുള്ള നല്ല കണ്ണിലേക്ക് ഇങ്ങനെ ആകർഷിക്കുന്ന കളേഴ്സ് കാണുമ്പോൾ അതിന് കുറേശ്ശെ മനസ്സിലാവും. 28 ദിവസം പിടിക്കണം. 28 ദിവസം കഴിയുമ്പോഴാണ് നമ്മുടെയൊക്കെ മുഖങ്ങൾ കുഞ്ഞിന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെയൊക്കെ മുഖം കുഞ്ഞിന് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ 28 ദിവസം കഴിയണം. നമ്മൾ എന്തൊക്കെ പറഞ്ഞു കൂട്ടിയില്ലേ? അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. 28 ദിവസം ആവണേന്റെ മുന്നേ ആ കുട്ടി നമ്മളെ മനസ്സിലാക്കി